പല പല വഴി പാഞ്ഞിടുമ്പോൾ കാലം കലപ്പില പോകുമ്പോൾ ചില വഴിയിൽ ചെന്നെത്തിയിടുമ്പോൾ പണി കിട്ടാം പിടിവീഴാം എന്നെന്നും ഓർക്കാം ഒന്ന് ഒന്നായി പറയണമൊന്ന്. Say no to drugs, stay away from drugs. നമസ്കാരം. FM മീഡിയയുടെ പുതിയൊരു സംരംഭമാണ് FM മീഡിയ ഓൺ ഡ്യൂട്ടി. ലോകത്തെ മുഴുവൻ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ വളരെയധികം മോശമായ രീതിയിൽ ബാധിച്ചിരിക്കുന്ന ഒന്നാണ് ലഹരി. അവ മൂലം ഒത്തിരി കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സങ്കീർണമായ പല കേസുകൾക്കും പരിഹാരം കണ്ടെത്തിയ ജനകീയനായ ഒരു പോലീസ് ഓഫീസറാണ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. എറണാകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പി രാജ്കുമാർ സാറാണ്. ഈ പുതിയ കാലഘട്ടത്തില് നമ്മളുടെ കൾച്ചർ പൂർണ്ണമായും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ മാറിയ കൾച്ചറിലാണ് ഇത്രയും അക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കുട്ടി എപ്പോഴും കുറ്റക്കാരനായി മാറുന്നത് അവൻ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവന് കിട്ടേണ്ടതായിട്ടുള്ള അറിവുകൾ സമയബന്ധിതമായിട്ട് കിട്ടാതിരിക്കുകയോ, അറിവില്ലാത്ത ഫ്രണ്ട്സ് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ അവരെ പ്രേരിപ്പിക്കുന്നതിലൂടെ അവൻ അതിലേക്ക് വീഴുകയും പിന്നീട് അവനെ നിയന്ത്രിക്കാൻ പറ്റാത്ത തലത്തിലേക്ക് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ തവണ അവർ വെറുതെ സ്വറ പറഞ്ഞിരിക്കും, രണ്ടാം തവണ കപ്പലിൻ്റെ വാങ്ങിച്ച് കഴിക്കും, മൂന്നാം തവണ ഐസ്ക്രീം കഴിക്കും, നാലാം തവണ ഒരു പക്ഷേ പഞ്ചരായ കഴിക്കും, അഞ്ചാം തവണ ചിലപ്പോൾ ഒരു സിഗരറ്റ് കഴിക്കും. ആ സിഗരറ്റ് പിന്നെ കൂടിയ സിഗരറ്റിലേക്ക് പോകും, ആ സിഗരറ്റിൽ നിന്ന് ചിലപ്പോൾ കഞ്ചാവിലേക്ക് പോകും, അത് ചിലപ്പോൾ സ്റ്റാമ്പിലേക്കോ LSD പോലത്തെ സ്റ്റാമ്പിലേക്കോ MDMAയിലേക്കോ. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവരുടെ കയ്യിൽ പണം തയ്യാതെ അവർ വീട്ടിൽ നിന്ന് മോഷ്ടിക്കും, കൂട്ടുകാരുടെ നിന്ന് മോഷ്ടിക്കും, കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കും, അല്ലെങ്കിൽ അത്തരം ചില ഹീനകൃത്യങ്ങൾ ചെയ്യും. അത് ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇനി വീട്ടുകാരറിഞ്ഞ പ്രശ്നമാകുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്, എന്നാൽ ഇവർ ഇത് ഈ ഒരു മോശം കാര്യത്തിലേക്ക് വഴുതി വീണ് കഴിഞ്ഞാൽ അവർക്കത് പിന്നെ അത് ഉപയോഗിച്ചേ പറ്റുള്ളൂ എന്നുള്ള ടെൻഡൻസി വന്നു കഴിയുമ്പോൾ എന്ത് വില കൊടുത്തും അവർ സാധനം അങ്ങനെ എന്തുപോലെ വില കൊടുത്തും ചെയ്തേ പറ്റൂ എന്ന സാഹചര്യത്തിലാണ് ഇവർ അക്രമാസക്തരായി മാറുന്നത്. അപ്പോഴാണ് അവർക്ക് അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നത്. അപ്പോഴാണ് പുതിയ കാലഘട്ടത്തിന്റെ സിന്തറ്റിക് ഡ്രഗ്സിന്റെ പ്രസക്തി കരുതുന്നത്. പ്രസക്തി എന്ന് ഉദ്ദേശിച്ചത് ഒരു ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിയുമ്പോൾ 6-7 മണിക്കൂറാണ് ഇതിന്റെ ആ ഒരു ടെംപ്റ്റേഷൻ, അതിന്റെ ആ ഒരു ശക്തി ഇവന്റെ ബോഡിയിൽ. ആ 6-7 മണിക്കൂർ അവൻ നിൽക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു എന്ന് അവന് പോലും അറിയാൻ കഴിയും. ഇതോടൊപ്പം തന്നെ ഈ കുട്ടികൾ മാത്രം നന്നായ പോലെ അവരുടെ പേരൻസ് നന്നാവും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആൾക്കാരെ ഈ ചില ഏരിയകളിൽ നമുക്ക് യൂത്ത് പോലീസിനോടൊപ്പം നിന്നെങ്കിലേ അവിടെ ലോ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. റെഗുലറായിട്ട് ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത് പോലെ, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത് പോലെ സമൂഹത്തിലുള്ള എല്ലാ റെസിഡൻഷ്യൽ അസോസിയേഷനുകളും മറ്റ് സംഘടനകളും മറ്റ് മത സംഘടനകളും മതങ്ങൾ പ്രചാരം എല്ലാവരും ഈ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്താൽ നമുക്കൊരു പക്ഷേ ലഹരിയെ കൺട്രോൾ ചെയ്യാം. നമുക്കറിയാം അമേരിക്കയോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ ഒക്കെ ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവരുണ്ട്. അവർ ഇപ്പൊ എല്ലാ വികസിത രാജ്യങ്ങൾക്ക് പോലും ലഹരിയെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മൾ ഇത്രയും സാക്ഷരരായ കേരളത്തിൽ ഇതിന്റെ ദൂഷ്യവശങ്ങൾ മറ്റാരേക്കാൾ നന്നായി മനസ്സിലാകുമെന്നിരിക്കെ ആ ദൂഷ്യവശങ്ങൾ വളരെ ചെറിയ പ്രായത്തിൽ മനസ്സിലാക്കിയിട്ട് വരുന്ന തലമുറ അത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ, ഉപയോഗിക്കാത്ത രീതിയിലേക്ക് അവരെ ഒന്ന് പ്രലോഭിപ്പിച്ച് എന്നുവെച്ചാൽ നല്ല അറിവ് കൊടുത്ത് അവർ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഇത് മാറ്റി നിൽക്കാൻ പറ്റും. നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കുന്ന ഫംഗ്ഷനുകളിൽ മദ്യത്തിന് കൊടുക്കുന്ന ഒരു അമിത മാന്യവൽക്കരണം, അത് വലിയൊരു പ്രശ്നമാണ്. അത് കണ്ടു വളരുന്ന കുട്ടികളിലും ഇതൊരു നല്ല സാധനമാണ്, വീട്ടിലെ എല്ലാ വിശേഷ ദിവസങ്ങളിലും ഉപയോഗിക്കേണ്ട സാധനമാണ് എന്ന ഒരു പരിഗണന അവനറിയാതെ കുട്ടി അറിയാതെ കുട്ടിയുടെ ഉള്ളിലേക്ക് കയറുന്നു. എപ്പോഴും കുട്ടികളുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് പേരൻസ് ആയിരിക്കും. അപ്പൊ എൻ്റെ പിതാവ് മദ്യപിക്കുന്ന ഒരാളല്ല, എൻ്റെ പിതാവ് സിഗരറ്റ് വലിക്കുന്ന ഒരാളല്ല, എൻ്റെ പിതാവ് യാതൊരു ലഹരി വസ്തു ഉപയോഗിക്കുന്നില്ല, അത് ഉപയോഗിച്ചാൽ എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത് വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് എൻ്റെ പിതാവ്, അതുകൊണ്ട് എൻ്റെ പിതാവിനെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു എന്ന കുട്ടി പറയണം. ഏറ്റവും നല്ല അറിവുകൾ ഏറ്റവും ചെറിയ പ്രായത്തിൽ കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി ഒരു കാരണവശാലും ഒരു ലഹരിക്ക് വരുന്നില്ല. അപ്പൊ അവന്റെ ലഹരി എന്ന് പറയുന്നത് അവൻ സംഗീതത്തോടുള്ള ലഹരിയാണെങ്കിൽ സംഗീതത്തിൽ പോകും, സ്പോർട്സിനോടുള്ളതാണ് സ്പോർട്സിൽ പോകും, അതല്ല വല്ല പ്രാസംഗികനാകാനാണെങ്കിൽ അതിലേക്ക് പോകും, എഴുത്തിലേക്ക് പോകും, സാമൂഹ്യ സേവനമാണെങ്കിൽ സാമൂഹ്യ സേവനത്തിൽ പോകും, പൊളിറ്റിക്സ് ആണെങ്കിൽ പൊളിറ്റിക്സിൽ പോകും. അപ്പൊ അവന്റെ ഉള്ളിൽ കിടക്കുന്ന ലഹരി എന്താണ് എന്ന് വളരെ ചെറുപ്പത്തിലെ തിരിച്ചറിയാനായിട്ട് അവന്റെ ടീച്ചേഴ്സിനും അവന്റെ പേരൻസിനും കഴിഞ്ഞാൽ അവനെ നശിപ്പിക്കുന്ന ലഹരികളിലേക്ക് അവൻ പോകാതെ അവന്റെ ഇഷ്ടമുള്ള ലഹരിയിലേക്ക് വരുമ്പോൾ അവൻ ആ ലഹരിയിൽ നിന്നുകൊണ്ട് ഒരു മാതൃകയായ ജീവിതം നയിക്കാനും
സമൂഹത്തിന് മൊത്തത്തിൽ മാതൃകയായി മാറും എന്നുള്ള ഉറപ്പാണ്. നമ്മുടെ മുമ്പിൽ IM വിജയനുണ്ട്, സച്ചിൻ തെണ്ടുൽക്കർ ഉണ്ട്, അല്ലെങ്കിൽ നിരവധി ആൾക്കാർ നമ്മുടെ മുമ്പിൽ. അതായത് അവരുടെ ഇഷ്ടം ഏതാണോ ആ ഇഷ്ടത്തിൽ അവർ പൂർണ്ണമായി അടിയുറച്ചപ്പോൾ അവരുടെ വിദ്യാഭ്യാസം, അവരെത്ര വിദ്യാഭ്യാസം ചെയ്യുന്ന ആരും ചോദിക്കാറ്. സച്ചിൻ തെണ്ടുൽക്കർ എത്ര വിദ്യാഭ്യാസം ചെയ്തെന്നോ IM വിജയ് എത്ര വിദ്യാഭ്യാസം ചെയ്തെന്നോ ആരും ചോദിക്കുന്നില്ല. അവരെല്ലാം ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റന്മാരായി വരെ മാറിയിട്ടുള്ളതാണ് അവരവരുടെ മേഖലയിൽ. അപ്പൊ ആ ആംഗിളിലേക്ക് പോകാനായിട്ട് അവന്റെ ലഹരിയിലൂടെ അവന് മികച്ച ഒരു ലോകം ഇവിടെ ഉണ്ടെന്ന് അവനെ ചെറിയ പ്രായത്തിൽ തന്നെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അവൻ നല്ല കുട്ടിയായി നല്ല സമൂഹത്തിൽ മാതൃകയായി മാറും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ലഹരി എന്ന് പറയുന്നത് അവന്റെ ജീവിതമാവട്ടെ അവന്റെ ലഹരി എന്നാണ്. നല്ല സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കേണ്ടത് ഓരോ പേരന്റിന്റെയും ഉത്തരവാദിത്തമാണ്. Stay away from crack.